എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ചിക്കനാണ്. പിന്നെ ഇതിൽ ചിക്കൻ വറുക്കാൻ വേണ്ടി നമ്മൾ 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അര സ്പൂൺ ഇല്ല, അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇടാം. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു ചിക്കനിലോട്ട് നമുക്ക് മുട്ട പൊടിച്ചിടാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് ഇച്ചിരി കുറച്ച് മുമ്പിൽ നിന്നാലും കുഴപ്പമില്ല, എന്നാലും അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് പുരട്ടിയെടുക്കാം. സ്പൂൺ കൊണ്ടും കയ്യിലുകൊണ്ടൊക്കെ പറ്റണം, പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലായിടത്തും മിക്സ് ചെയ്ത് ഇത് റെഡിയാക്കണം. ഞാനിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം, അതിൻ്റെ ഈ മസാലകളെല്ലാം ആ ചിക്കനിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി. നമുക്കിനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മസാല തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് അതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങൾ ചില്ലി ചിക്കൻ ഇതിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കണത്. നമ്മൾ അവിടെ പോയിട്ട് പറയണമെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ അവർ ശരിയാക്കി തരും. ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചതാണ്. നമുക്കിനി ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണാം നമുക്ക്. അപ്പം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒരുപാടൊന്നും ഫ്രൈ ആക്കിയില്ല, ഒരു പകുതി ഫ്രൈ മതി. പിന്നെ നമുക്ക് ആ ഒരു ഇതിൽ കിടന്ന് വേവാനുള്ളതാണ്. പിന്നെ നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ഒരു വലിയ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കന് കുറച്ച് തേങ്ങാപ്പാൽ വേണം, എന്നാലേ അതിനുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 2 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചട്ടി ഓൺ ചെയ്യും, കത്തിക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള. ചട്ടി അത്യാവശ്യം ചൂടായിരിക്കണമായിരുന്നു. അപ്പം നമുക്ക് അതിലോട്ട് സവാള ഇടാം. സവാള, ഇഞ്ചി, പച്ചമുളക് ഞാനെല്ലാം ഒരുമിച്ചാണ് അരിഞ്ഞു വെച്ചത്. ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം നമുക്കിടാം. തക്കാളി ഇവിടെ ഇടണ്ട, നമുക്ക് ഒരു പകുതി ഇതാകുമ്പോഴേക്കും തക്കാളി ഇടാൻ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നടാൻ വേണ്ടി നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കും. ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരുടെയും എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ? ഇപ്പോൾ കുർബാനകളൊക്കെ നടക്കുന്ന സീസണാണ്. എല്ലാവർക്കും എങ്ങനെയാണ് പരിപാടികളൊക്കെ ഉണ്ടാകുന്നതെന്ന് കമന്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്ന പരിപാടി, ഇത് ഞങ്ങൾ അവിടെയൊക്കെ പോയായിരുന്നു. എല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് ഉണ്ടാക്കിയത്? എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിത് പുട്ടുകടലയാണ് ഉണ്ടാക്കിയത്, പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. രാവിലെ പെട്ടെന്നുള്ളൊരു ഉണ്ടാക്കലായിരുന്നു. സവാള നമുക്ക് നല്ലപോലെ വഴറ്റിയിടുക.
സവാള അത്യാവശ്യം ഒരു പകുതി മുക്കാൽ വേവ മുരിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ പൊടികൾ ഇടുന്നത്. അത്യാവശ്യം വാടണം സവാള. ഇപ്പൊ ഒരു പകുതി മുക്കാലും മുരിയലായിട്ടുണ്ട് സവാളയുടെ. ഇപ്പൊ ഈ ചിക്കൻ ഒരു വലിയൊരു ചിക്കനാണ് കൊണ്ടുവന്നത്. ഞാൻ അതിന് ഫുള്ള് ചിക്കൻ എടുത്തില്ല, പകുതി എടുത്തുള്ളൂ. കാര്യം ഞങ്ങൾ 3 പേർക്ക് ഫുള്ള് എടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ അത് ബാലൻസ് വാക്കി പോകും. അപ്പൊ ഞാൻ അത് കുറച്ചെടുത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ അത് ഞങ്ങൾ രാത്രി എപ്പോഴെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യണം. അപ്പൊ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഈ പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കണതാണ്. ഇത് നല്ലപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഈ നല്ലപോലെ പൊരിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി നോക്കി ഇടേണ്ടത്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ ഇതിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടണം. നിങ്ങളും ചിക്കൻ കറി ഇങ്ങനെയൊക്കെയാണ് വെക്കണേന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെ വെക്കാറ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചിക്കൻ ചെറുതായിട്ട് ഞങ്ങളിപ്പോൾ ഈ ചില്ലി ചിക്കൻ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ചിക്കൻ പൊട്ടിക്കറി ഉണ്ടാക്കാറുണ്ട്. മറ്റേ ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ റെസിപ്പി വേറെ ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു അരമുറി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ലേശം ആ ഒരു നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, സവാള വഴറ്റിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മള് സവാളയും തക്കാളിയും ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബാക്കി വെച്ചിങ്ങനെ തേങ്ങാപ്പാലില്ലേ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലപോലെ ഒന്ന് തിളക്കണം. ഇതിന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇടാൻ പോണത്. ഇപ്പം ഈ നമ്മുടെ ഈ അരപ്പെല്ലാം തിളച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ട് ഇതിൽ ഒന്ന് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പകുതി വേവിലാണ് ഈ ചിക്കൻ ഞാൻ എടുത്തത്, ഒരുപാട് ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. നമുക്കപ്പം ഇത് മൂടി വെക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ